ഹലോ ഗേയ്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മ ഇന്നത്തെ വീഡിയോ എന്തോ ഒരു സ്പെഷ്യൽ ആക്കാൻ പോകുന്നുണ്ട് സുപ്രീഷ്. അപ്പൊ എന്ത് ചെയ്യാൻ നമുക്ക് നോക്കാം. എവിടെയോ വരെ എത്തി. അപ്പൊ അത് നോക്കിട്ട് വരാം എവിടെ എത്തിന്ന്. പകുതിയിലെത്തിന്ന് തോന്നുന്നു. അല്ലെ ഇത് ഇവളെ കുട്ടി. അപ്പൊ നമുക്ക് നോക്കാലോ എന്ത് ചെയ്യുന്നേന്ന്. ഹലോ ചേച്ചി, പറയൂ എന്താണ് ചെയ്യുന്നത്? പുതിയ സ്പെഷ്യൽ ലഡു അമൃതം പൊടിയില് ലഡു ഉണ്ടാക്കാനാണ് പോകുന്നത്. അമൃതം പൊടിയാണ്. അത് കുറച്ച് തല തിരിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. എത്ര തെച്ചിട്ട് ഓട്ടിക്കോട്ടെ അല്ലേ കുട്ടി? അപ്പൊ എന്റെ പണിയെല്ലാം വീഡിയോ എടുത്ത് ചെയ്യുന്നതാ. അമൃതം പൊടി ഞാൻ ഒന്ന് ചൂടാക്കിയിട്ട് എടുത്തു. അതിന് നമ്മുടെ ചോറ് വെക്കുന്ന അരിയില്ലേ, അതിനെ വറുത്തിട്ട് അരി പൊടിച്ചെടുത്തു. ചോറ് വെക്കുന്ന പിന്നെ നമ്മളെ ഇതിന്റെ വെള്ളം കുറുക്കിയെടുത്തു. എത്ര ചെയ്തിട്ടായി അപ്പോഴേക്കാന്ന് ബോധം വന്നേ വീഡിയോ എടുക്കാന്ന്. അങ്ങനെ വീഡിയോ എടുക്കാൻ വന്നു. ഇനിയിപ്പോ നമുക്ക് ബാക്കിയുള്ള പരിപാടി നോക്കാം. ഇത് ഫസ്റ്റ് ടൈം കേട്ടോ, ഒരു യൂട്യൂബിൽ കണ്ടിട്ട് ആക്കുന്നതാണ്. അമൃതം പൊടി കുറേ ഉണ്ട്, അപ്പൊ വേസ്റ്റ് ആക്കുന്ന വേണ്ടല്ലോ. അപ്പൊ നമ്മുടെ കാണുന്നില്ലേ, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ലീവ് ഉണ്ടല്ലോ, എല്ലാരും ഉണ്ടാവും വീട്ടില്. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് കൊറേ ആൾക്കാരുണ്ടാവും. നമുക്ക് ടെസ്റ്റ് ഒക്കെ ആക്കണ്ടല്ലോ. ആദ്യം ടെസ്റ്റ് ആക്കണ്ട. ഒരാളാണ് വരുന്നത് പറഞ്ഞിന്, ഒരു അതിഥി ഉണ്ട്. അപ്പൊ നോക്കാം. പിന്നെ ഉണ്ടായ മതിയായിരുന്നു. ചാൻസ് ഉണ്ട് ഉണ്ടാവാൻ. അപ്പൊ ഓക്കെ, അടുത്ത നമുക്ക് വറുത്ത അമൃതം പൊടിനെ അരിയിലേക്ക് മാറ്റാം. ഇവിടെ വേറൊരു പണി നടക്കുന്നുണ്ടേ. എന്താ കുട്ടിയത്? കുട്ടി എന്തത്? സൂപ്പറാണ്. ബെല്ലം എന്ന് പറയും. ബെല്ലം. പിന്നെതാ നമ്മളുണ്ടല്ലോ ഈ വെള്ളത്തിനാണല്ലോ അരിച്ചെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പൊടി ഉണ്ടാകുന്നില്ലേ. അതൊന്നും സാരമില്ല. ഫസ്റ്റ് ട്രൈ കുറച്ച് ടേസ്റ്റ് കൂടും പൊടിയെല്ലാം ഉണ്ടാകുമ്പോ. എന്നിട്ട് ഈ അരിപ്പൊടി മൊത്തം എന്നിട്ട് അരിപ്പൊടി ഇടാ. തേങ്ങ ലാസ്റ്റ് അല്ലേ? ചെരിഞ്ഞത് ഉണ്ടാവും, ചെരിഞ്ഞിട്ട് ഇല്ലെങ്കിൽ ഇടാ. ശരിയാ. അത് ലാസ്റ്റ് ഉണ്ടാക്കുമ്പോഴല്ലേ. എന്നിട്ട് ഒരു കുറച്ച് നെയ്യ്, അത് നെയ്യാ. അത് കുറച്ച് ഉരുക്കണായിരുന്നെങ്കിൽ ഭയങ്കര കട്ടിയുണ്ട്. ഫ്രഷ് നെയ്യ് ഇതുവരെ എടുത്തിട്ടാ. ഇപ്പൊ രാവിലെ ഇന്ന് ചപ്പാത്തിക്ക് എടുത്തു. ഇന്ന് രാവിലെ ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയും. അപ്പൊ ഉച്ചക്ക് സ്പെഷ്യലായിട്ട് ചോറും. എന്റെ ഓൻ വിളിക്കുന്നുണ്ട്, നോക്കൂ ഗെയ്സ്. എന്റെ ഓൻ വിളിക്കുന്നത് കാണുന്നില്ല. ഞാൻ ഒന്നും മിണ്ടട്ടാ. ഇനി ഇതിന് തേങ്ങ വേണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് തേങ്ങ എടുത്തോണ്ട് വന്നു. തേങ്ങ എടുത്തോണ്ട് നമുക്ക് പോവാം. പച്ചവെള്ളം കൂട്ടിയാ ഇത് വെള്ളത്തിന്റെ വെള്ളം കൂട്ടേണ്ടത്. ബാക്കിയുള്ളവരാ എന്തായി? മണമുണ്ട്. കോണം ഉണ്ടായാ മതിയായിരുന്നു. ലഡു ആയാ മതിയായിരുന്നു. അല്ല, എന്താ നീ കൂട്ടിയത്? വേറെന്തോ പണി എടുക്കുന്നുണ്ട്. എന്താക്കുന്നേ? കഴിഞ്ഞോ? ഉണ്ടയുടെ പാകത്തിനടുത്ത് ലഡുവിന്റെ പാകത്തിനടുത്തേക്ക് എത്തി. ലഡുവായി രീതി എത്തിട്ടാ എത്തിന്ന് തോന്നുന്നു. കുറച്ചുകൂടി തേങ്ങ തേങ്ങ കാണണം, വെളുത്ത് വെളുത്തിട്ട് കാണണം. തേങ്ങ കുഴക്കുമ്പോ അല്ല, ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ഇങ്ങനെ കുഴക്കുന്ന മാത്രം. അങ്ങനെ കാണുന്നുണ്ട്. തേങ്ങയും കാണുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ലഡു ആവുന്നുണ്ടല്ലേ? അതിനുശേഷം കഴിക്കാം. അമൃതപ്പൊടി കുറേ ഉണ്ട് കേട്ടാ. അത്ര വലിയ ടേസ്റ്റ് ആയിട്ട് തോന്നില്ല. എന്താ പറഞ്ഞാല് ഓരോ ഓരോ ദിവസം വെറൈറ്റി ആയിട്ടില്ലേ? എന്താ മോളെ അമൃതപ്പൊടി ഇങ്ങനെ കൊടുത്താൽ തോന്നുന്നില്ല, അല്ലെങ്കിൽ എന്തായി അല്ലെങ്കിൽ സാധനമാക്കി കൊടുക്കും. ഒരു മിനിറ്റ്. അമ്മല്ല മോളെ മേമി. മേമി പറ. മേമി എന്ന് പറ. ഇപ്പൊ നമ്മ വീഡിയോ എടുത്തിട്ട് ഓക്കെ ഫോൺ കാണുമ്പോ അങ്ങനെ ഹായ് ഹലോ. ബെല്ലം തിന്നിട്ട് നോക്കണം, മൂക്കിനെല്ലാം ബെല്ലായിട്ടുണ്ട്.
പാട്ട് പാട് കുട്ടി പാട്ട് പാട് ആ പാട്ട് പാട് ഇവിടെ ആദ്യം കുക്കുറു കുക്കുറു കുറുക്കൻ എങ്ങനെ വിടുന്നേ കുക്കുറു അത്രയുള്ളൂ അത് നിങ്ങൾ എന്ത് ഈ കുട്ടി നിന്റെ കണ്ണൊടുത്തു ആ കണ്ണൊടുത്തു അത് കാണിക്കാ ഈ കുട്ടി എടുത്തില്ല കണ്ണൊടുത്തു ഈ കുട്ടിയുടെ കണ്ണൊടുത്തു കണ്ണ് കണ്ണ് അത് പഠിപ്പിച്ചിട്ടാ ടീത്ത് ആ ഓക്കെ ഇവിടെ ഹെഡ് കൊടുത്തു ഇവിടെ ഐ കൊടുത്തു ഐ ഐ അങ്ങോട്ട് 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 ഈറ കൊടുത്തു ഇവിടെ എന്തുണ്ട് ക്ലാപ്പ് അടിക്കുന്ന എങ്ങനെ കുട്ടി ഹാൻഡ്സപ്പ് അധികം എങ്ങനെ കുട്ടി നാണം കെടുത്തി ഈ കുട്ടിയുടെ പേരെങ്ങനെ ഇവാരി ഇവാരി ഞാനല്ല ഇവാരി നീ ഇങ്ങനെ നീ നീ ആ ഇവ ഓക്കെ ലാഫ് ലാഫ് സോറി ജമ്പ് എങ്ങനെ ആ ജമ്പ് 1 2 2 ആ ഇപ്പൊ ഇത്ര മതി അല്ലെ ഇത്ര ഇത്ര പറഞ്ഞു എന്നെ ഭാഗ്യം പറയാ മാറ്റിക്കത്ത് നോക്കിയോ ഇവിടെ അങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കേ ബാക്ക് സൈഡ് ഹലോ ബേബി ബേബി പാട്ട് പാടി ബേബി ഇവിട്ടിനെ വിളിക്കുമ്പോ ഇവിട്ടി ഓവാക്കുന്ന എങ്ങനെ ഇവിട്ടിയെ ഇവിട്ടീന്ന് വിളിക്കുന്നു ഇവിട്ടി ഓ നക്ക് ഇവിട്ടി ആ ഇവിട്ടി ചായ കുടിച്ചോ കുടിച്ചു എന്ത് ചായക്ക് എന്തുകൊണ്ട് ഭാഷയില് പറഞ്ഞു ലഡു നോക്കാടെ വരെ ലഡു ആ രീതിയിലായിട്ടുണ്ട് നീ തിന്ന് നോക്കണം മറ്റേ പിന്നെ ഇവിട്ടിക്ക് പോണ മോളെ ഇപ്പൊ ഇവിട്ടിക്ക് എന്നെ പരിചിക്കണം ഇവിടുത്തെ നോക്ക് ഇവിടെ ഇങ്ങോട്ട് നോക്കിയിരുന്നു ഇങ്ങോട്ട് നോക്കിയിരുന്നു ആ സൂപ്പറാ പിന്നെ ഒരു പ്രശ്നമല്ല ഓക്ക് എന്താക്കി കൊടുത്താലും ഒക്കെ ടേസ്റ്റ് ഉണ്ടെന്ന് പറയും അത് ഇതൊന്നും പറയാത്തോണ്ട് ഇനി കുറച്ച് കഴിയട്ടെ കുറച്ച് വലുതായപ്പോട് പറയും ശരി ഇത് വേണ്ട അമ്മേ ഇത് വാങ്ങില്ല അടുത്തത് അടുത്തത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ വേണ്ടേ വേണ്ട നോക്ക് ഇഷ്ടമുണ്ടോ നോക്കാം അല്ലെ പാങ്ങായിട്ടാ അപ്പൊ നെക്സ്റ്റ് നമുക്ക് ഇത് പരീക്ഷിക്കാൻ ഒരാള് വരും നോക്കാം കൈയടിച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ സമയത 1:45 കഴിഞ്ഞു കേട്ടോ 1 മണിയാകുമ്പോൾ എത്തുമെന്ന് പറഞ്ഞിട്ട് പോയതാണ് നിങ്ങൾ മീൻ പൊരിക്കേണ്ട ഞാനന്ന് ഇന്നും മീൻ പൊരിക്കുന്ന നല്ല വാശി പിടിച്ച് പോയിനതാണ് അതുകൊണ്ട് ഞാൻ മീൻ പൊരിക്കാനൊന്നും പോയിട്ടതാ ഇവൻ എന്നെ മീൻ പൊരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ എന്നെ സ്പെഷ്യലായിട്ട് വെച്ചിട്ടുണ്ട് മത്തിയും പിന്നെന്താ പാരമീനും ആണ് കിട്ടിയത് ഞാനെപ്പോഴും പറയലുണ്ട് പാരമീൻ കൊണ്ടുമ്പോൾ സ്വഭാവം എടുത്തുകൊണ്ട് വരല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇത്തവണയും ഞാൻ പറഞ്ഞു അവനോട് സ്വഭാവം എടുത്തുകൊണ്ട് വന്നിനല്ല എനിക്കിഷ്ടമല്ല പാരമീൻ ഓനെല്ലാം ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും ഇന്ന് നമ്മൾ മീൻ പൊരിക്കുന്ന രീതി എന്താ ടേസ്റ്റ് ഇല്ല ഒരു മീൻ പൊരിക്കുന്നത് ടേസ്റ്റ് ഇല്ല അങ്ങനെ സ്പെഷ്യലായിട്ട് പൊരിക്കുന്നെല്ലാം പറഞ്ഞിട്ടാണ് ഇന്ന് മീൻ പൊരിക്കാൻ റെഡി ആയിട്ടുള്ളത് എന്താ നമ്മൾ പൊരിക്കുന്നതിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ പൊരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ ഓന് എണ്ണയിലേക്ക് എന്താ മുളക് പൊടിയും അതുപോലെ തന്നെ ഉള്ളിയെല്ലാം വഴറ്റി അതിലേക്ക് മീനെടുത്തിട്ടതാണ് പിന്നെ പുളിവെള്ളവും പിന്നെ കരിവേപ്പിലയും പിന്നെന്താ തേങ്ങ പാലും കൂടി അവന് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിന് കേട്ടോ കഴിക്കുമ്പോൾ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായി നമുക്കിന്ന് ഗസ്റ്റായിട്ട് രാകേഷ് ഉണ്ട് ലഡു കഴിക്കാൻ രാകേഷിനെ ക്ഷണിച്ചതാണ് പക്ഷേ ചോറ് കഴിക്കുന്നുണ്ടെങ്കിൽ ലഡുവിനെ ഒന്നും മൈൻഡ് ചെയ്തിട്ടില്ല ആൾ എന്തായാലും ഇന്നത്തെ മീൻ പൊരിച്ചത് ടേസ്റ്റ് ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ കുട്ടന് ചെറിയൊരു അഹങ്കാരമുണ്ട് ഞാൻ പൊരിച്ചത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പക്ഷേ സംഭവം പൊളിയാണ് അതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ കേട്ടോ എല്ലാവരും കൂടി ഇങ്ങനെ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുക ഇതൊക്കെ ഒരു നല്ലൊരു രസമാണ് കേട്ടോ അങ്ങനെ എന്തായാലും ഒരു അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.